നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. +2 വിദ്യാർത്ഥികളെ നാടുവിടാൻ സഹായിച്ച ആൺ സുഹൃത്ത് റഹീം അസ്ലം പോലീസ് കസ്റ്റഡിയിൽ. മുംബൈയിൽ നിന്നും മടങ്ങിയ റഹീമിനെ തിരൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. നാടുവിട്ട 2 പെൺകുട്ടികളെയും സുഹൃത്താണ് റഹീം അസ്ലം. എടവണ സ്വദേശിയാണ് ഇയാൾ. വിദ്യാർത്ഥികൾ ഒരാൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് റഹീം അസ്ലം ഒപ്പം പോയതെന്നാണ് റഹീമിന്റെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടി പരിചയപ്പെടുന്നത്. പിന്നീട് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ല എന്നും പെൺകുട്ടി പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ റഹീം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് പെൺകുട്ടി പറഞ്ഞു. പെൺകുട്ടിയുടെ ദുരവസ്ഥ കണ്ടാണ് റഹീം കൂടെ പോയതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. വിദ്യാർത്ഥികളെ മുംബൈയിൽ നിന്ന് ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തിക്കും. താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം പെൺകുട്ടികളെയും കൂട്ടി ഇന്നലെ വൈകിട്ട് 6ഓടെ ഗരീബ് രഥ് എക്സ്പ്രസിൽ പൻവേലിയിൽ നിന്ന് യാത്ര തിരിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12ഓടെ തിരൂരിലെത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികൾ വിശദമായ മൊഴി എടുക്കും. കൌൺസിലിംഗും നൽകും. യാത്രകളോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും കൂടുതൽ വിവരങ്ങൾ കുട്ടികളിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയേണ്ടതുണ്ടെന്നും പോലീസ് പറയുന്നു. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇന്നലെ പുലർച്ചെ 1:45 ലോനാവാലയിൽ വെച്ച് റെയിൽവേ പോലീസ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇവർ മുംബൈയിൽ എത്തിയതായി നേരത്തെ തന്നെ സ്ഥിരീകരിച്ച പോലീസ് ഇവർക്കൊപ്പം ഒരു യുവാവുണ്ടെന്നും കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും കുട്ടികൾ ഇയാൾക്കൊപ്പം ഇല്ലെന്നായിരുന്നു മറുപടി. മുംബൈയിലെ ലാസിയ സലൂണിൽ മുടി ട്രിം ചെയ്യാൻ 2 പെൺകുട്ടികളും എത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. മുഖം മറച്ചാണ് ഇരുവരും എത്തിയത്. ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാത്ത പെൺകുട്ടികൾക്ക് മലയാളം മാത്രമാണ് അറിയാമായിരുന്നത്. ഇതോടെ മലയാളം അറിയാവുന്ന ജീവനക്കാർ പെൺകുട്ടികൾക്കൊപ്പം നിന്നു. മുടി സ്ട്രെയിറ്റൈൻ ചെയ്യണമെന്നും മുഖത്തിന്റെ ലുക്ക് മാറ്റണമെന്നും ഒക്കെയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. നീളമുള്ള മുടി മുറിച്ചു. പേരും മൊബൈൽ നമ്പറും ചോദിച്ചപ്പോൾ ഫോൺ കാണാതായെന്ന് പറഞ്ഞ് പേര് മാത്രമായിരുന്നു നൽകിയിരുന്നത്. ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ തന്നെ സമയമായെന്ന് വേഗത്തിൽ പോകണമെന്നൊക്കെ പ്രതികരിച്ചു. ഇത്രയും പണം മുടക്കുമ്പോൾ മുഴുവനായി ചെയ്യണമെന്ന് ജീവനക്കാർ വിശദീകരിച്ചു. ഇതിനിടെ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് വിളിക്കുകയും ചെയ്തു. പെൺകുട്ടികളുടെ കൈവശം ധാരാളം പണമുണ്ടായിരുന്നുവെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. 2 പേരും കൂടി 10,000 രൂപയുടെ ട്രീറ്റ്മെന്റാണ് ചെയ്തത്. ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നതെന്നും പൻവേലിയിലേക്ക് പോകുകയാണെന്നും ജീവനക്കാരോട് പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും പെൺകുട്ടികൾ പരിങ്ങി. പിന്നീട് വിദ്യാർത്ഥികൾ വേഗം സ്ഥലം കാലിയാക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾ സ്ഥലം വിട്ട ശേഷം പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് കേരളത്തിൽ നിന്നും കാണാതായ പെൺകുട്ടികളാണ് സലൂണിൽ എത്തിയതെന്ന് ജീവനക്കാർ അറിയുന്നതെന്നായിരുന്നു പ്രതികരണം. എന്നാൽ ഈ വിഷയത്തിൽ കുറിപ്പ് പങ്കുവച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത് വന്നു. മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിനെതിരെ നടപടി വന്നിരുന്നു എന്ന് അന്വേഷിക്കണമെന്നും അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണം. അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത്. കോവിഡിന് 1.5 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന് എന്തെങ്കിലും നടപടി വന്നിരുന്നുവെന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത്? പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂണാണിത്. അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ്. മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരൽപ്പം അന്വേഷണമൊക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ട് നടത്താവുന്നതാണ് എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. ഇതിനിടെ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ നാട്ടിലെത്തിക്കും. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി കെയർ ഹോമിലേക്ക് മാറ്റും. കൌൺസിലിംഗ് നൽകണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.